കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും റിസ്ക്കുകളൊക്കെ എടുക്കണേ, ഫുള്ള് സീരിയസ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷന്, ഫുള്ള് ഫ്യൂച്ചർ ലൈഫ്, ബോഡി ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കണേ, ഞങ്ങൾക്ക് ഞങ്ങളപ്പോൾ കുറച്ചുകൂടെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ അപ്പം തന്നെ ഓനോട് ഓൻ്റെ ലൈഫിനെ പറ്റി ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ്, ഓനക്കിപ്പോൾ ഓൻ്റെ ലൈഫിൽ ഗോൾസുകളില്ല. ഓനോട് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്, ഓനിപ്പോൾ യങ്ങല്ലേ, ഞാൻ ഒന്നും കൂടി എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ ബിസിനസ് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനൊക്കെ കുറച്ചുകൂടി കഴിയട്ടെ, അപ്പൊ എങ്ങല്ലേ എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ദി എക്സാക്ട്ലി റിയൽ കംഫർട്ട് സോൺ ട്രാപ്പ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ദി കംഫർട്ട് സോൺ ഈസ് കില്ലിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് മുബഷിർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ യങ് ഏജിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ 20s, ഈ ഏർലി 20s നിൽക്കുമ്പോൾ, നമ്മൾ ഈ മാരേജിന്റെ വെഡിങ്ങിന്റെ ഒക്കെ മുന്നേ നിൽക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ലൈഫ് സീരിയസ് ആയിട്ട് തോന്നാത്തത്, അല്ലെങ്കിൽ ഫുൾ ഒരു ഈസി ആയിട്ട് ഫുൾ ഒരു എൻജോയ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിൽ ഒന്നാമത്തെ സംഭവമാണ് നമുക്ക് ടൈം ഉണ്ടാവും. ടൈം പറയുന്നത് എല്ലാവർക്കും 24 hours തന്നെയാണ്. ഇപ്പോൾ ഒരു 50 വയസ്സിൽ ഒരാൾക്കും 20s നിൽക്കുന്ന ഒരാൾക്കും ചെറിയ യങ്ങായി നിൽക്കുന്ന ഒരാൾക്കും ഒക്കെ ലൈഫിലുള്ള സമയം എന്ന് പറയുന്നത് 24 hours തന്നെയാണ്. ബട്ട് നമ്മൾ യങ് ഏജിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 20s നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കുറെ ടൈമിലുള്ളവർ തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറവേക്കാരം, ലോ റെസ്പോൺസിബിലിറ്റി ആയിക്കാരം. ലൈക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല, അതേക്കാൻ ചിലവ് കൊടുക്കേണ്ടി വരില്ല, അതുപോലെ തന്നെ നമുക്ക് പൈസന്റെ ആവശ്യം അങ്ങനെ ഉണ്ടാക്കേണ്ടി വരില്ല. അങ്ങനെ കൂടുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യങ്ങൾ അവിടെ വരുന്നില്ല. നമുക്ക് എന്തിനും ഡിപ്പെൻഡ് ചെയ്യാം, ആരെ, നമ്മളെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾ എന്താ ആവശ്യങ്ങൾ പോലും നടത്തി തരും ഈ ഒരു പ്രായത്തിൽ. എന്നാൽ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്നതും ഈ ടൈമിൽ തന്നെ കാണാം. നിങ്ങൾ നോക്കി, നമുക്ക് ഈ കോളേജിലത്തെ ഫ്രണ്ട്സ്, സ്കൂളിലത്തെ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് നമുക്ക് നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതൽ നമ്മളിപ്പോൾ ഉണ്ടാവുന്ന ടൈം പറയുന്നത് പ്രത്യേകിച്ച് ഈ ഏർലി 20s അല്ലെങ്കിൽ നമ്മൾ ഈ യങ് ഏജിലൊക്കെ നിൽക്കുമ്പോഴാണ്. കാരണം നമ്മൾ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ലൈഫ് ഈസി ആയിട്ട് തോന്നും. നമ്മളിപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ ലൈഫിന് ഇത്ര സീരിയസ് ആയിട്ട് കാണണ്ട, ഓരോക്കെ ഉണ്ടല്ലോ എന്നുള്ളതിൽ ഒന്നും കൂടി. അപ്പോൾ അതാണ് മെയിനായിട്ട് രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, നമുക്ക് ടൈം ഇല്ല വരി തോന്നും, അപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ടൈം ഇല്ല വരി തോന്നും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൂടി നമുക്ക് ലൈഫ് ഈസി ആയിക്കൊണ്ട് തോന്നും. പിന്നെ ഇതിൽ അങ്ങനെ പോയി ലൈഫിനൊരു സ്ട്രക്ചറും ഇല്ലാതെ ഒരു ഗോൾസും ഇല്ലാതെ ഇങ്ങനെ നമ്മളങ്ങനെ പോകും. ലാസ്റ്റ് നമ്മൾ ചെന്ന് പെടുക നമ്മൾ ഈ 13s അല്ലെങ്കിൽ 40s ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ ചെന്ന് പെടുക ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലേക്കാരം, ലൈക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലിക്കാരം. നല്ലോണമെങ്കിലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ജോബിന് പോയാലുള്ള പൈസ ഇട്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പിന്നെ എത്തും, ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് ലൈഫിൽ ഒരു അച്ചീവ്മെന്റ്സും ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ഫുൾ ഒരു ലൂസർ ആയതുകൊണ്ട്, നമ്മളൊരു ആവറേജ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ കിട്ടിയ പാർട്ണർ പോലും നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരാളേക്കാരം. സോ ടോട്ടലി നമ്മളൊരു ലൂസറായ ഒരു ട്രാപ്പിൽ ചെന്ന് കൂടും. എന്നാലാണെങ്കിലും ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല എസ്കേപ്പ് ചെയ്യാൻ. സോ ഇനി നമുക്ക് ഈ 20s നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 22 അല്ലെങ്കിൽ ഒരു 27 ഒരു ഏർലി 30s വരെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോണ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ സമയത്ത് മാത്രമേ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഞാൻ പറയണം. അതിൽ ഫസ്റ്റ് സംഭവമാണ് നോ റെസ്പോൺസിബിലിറ്റി ആയിക്കാരം. റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലോ ആയിക്കാരം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റി ആയിക്കാരം. കാരണം ആ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏർലി സ്റ്റേജ് ആയിക്കാരം. നമുക്ക് എന്ത് സംഭവങ്ങളും റെസ്പോൺസിബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് എന്ത് സംഭവങ്ങളും ചെയ്യാനുള്ള, പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അതേപോലെ രണ്ടാമത്തെ സംഭവമാണ് ടൈം ഫോർ ഫെയിലിയർ. നമ്മളിപ്പോൾ ഏതൊരു പുതിയ സംഭവം തുടങ്ങുകയാണെങ്കിലും മേ ബി ഒരു 50% അത് ഫെയിൽ ആവാനും 50% അത് വിൻ ആവാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മളൊരു 15s അല്ലെങ്കിൽ 40s പോയി കണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. നേരെ മറിച്ച് 20s വലിയ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിന് ലേൺ ചെയ്തിട്ട് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ ഉണ്ട്, ആ ഒരു ടൈം ഉണ്ട്. അതാണ് റിസ്ക് ടോളറൻസിനൊക്കെ ഏറ്റവും പറ്റിയ ടൈം എന്ന് പറയുന്നത് ഈ 20s ആണ്. മൂന്നാമത്തെ സംഭവമാണ് ക്യാപ്പബിലിറ്റി ഫോർ ലേണിംഗ് എനിത്തിങ്. നമുക്ക് എന്ത് സംഭവം പഠിച്ചാലുള്ള ഒരു, നിങ്ങൾ നോക്കിയിട്ടുണ്ട് നമുക്ക് ഈ 20s നോക്കുമ്പോൾ ഏത് സംഭവം ലേൺ ചെയ്താൽ ഒന്നും കൂടി നമുക്ക് മെമ്മറൈസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് കൂടുതൽ പഠിച്ചാൽ നമ്മുടെ ലൈഫിൽ അത് ഇമ്പ്രൂവ്മെന്റ്സും ആ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ ഈ 20s നിൽക്കുമ്പോഴാണ്. ലാസ്റ്റ് സംഭവമാണ് പീക്ക് ലെവൽ എനർജി. നമ്മളെ എനർജിന്റെ ആയിക്കോട്ടെ, ഹെൽത്തിന്റെ ആയിക്കോട്ടെ, ഏത് സംഭവങ്ങൾ ഏത് പ്രായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 20s അല്ലെങ്കിൽ ഈ 38 വരെയൊക്കെയാണ് നമുക്ക് സയൻസ് പ്രകാരം നമുക്ക് കൂടുതൽ ഈ എനർജി ലെവലായിക്കോട്ടെ, ഹെൽത്ത് ലെവലായിക്കോട്ടെ, നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളാണല്ലോ, ഹെൽത്തും വേണം എനർജി വേണം. ഇത് സംഭവം നമ്മൾക്ക് കൂടുതൽ കിട്ടുക അപ്പോഴാണ്
ഈ 20s. അപ്പോൾ മെയിനായിട്ട് 4 അഡ്വാൻറ്റേജസ് ഉള്ളത്. ഒന്നാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറവേക്കാരം, രണ്ടാമത് നമുക്ക് ഫെയിൽ ആവാനുള്ള ടൈം ഉണ്ടാവും, മൂന്നാമത്തെ നമുക്ക് എനർജി ലെവൽ നമുക്ക് കൂടുതലേക്കാരം, പിന്നെ അതുപോലെ തന്നെ എന്ത് സംഭവം ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ഇനി ഞാൻ വേറെ ഫൈനലി ലാസ്റ്റത്തെ പാർട്ടായി കണ്ട് പറഞ്ഞുതരാം. നമ്മളെങ്ങനെയാണ് ഇപ്പോഴത്തെ മോഡേൺ വേൾഡ് ആക്ച്വലി നമ്മളൊരു ലൂസറാക്കി മാറ്റുന്നത്. അതായത് ഫുള്ളൊരു കംഫോർട്ട് സോണിൽ നിർത്തി ലൈഫിൽ ഒരു റിസ്ക് കൊടുക്കാതെ നമ്മളൊരു സംഭവം ചെയ്യണ്ട, നമ്മൾ ലൈഫിൽ സക്സസ് ആവണ്ട, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കിയാണ്ട് നമ്മളൊരു ലൂസറാക്കി മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഒരു കാരണം തന്നെയാണ് നമ്മളെ മോഡേൺ സൊസൈറ്റി. അതിൽ ഫസ്റ്റത്തെ കാരണമാണ് ദൈ മേക്ക് പോൺ ഫോർ ഫ്രീ. ഇപ്പോൾ ഒരു ആണുങ്ങളെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണതും ഇത്രയും ഡിഫിക്കൽട്ട് ആയിക്കാണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നതും ആ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ആ ഗോൾ അച്ചീവ് ചെയ്ത് ഇങ്ങനെ സക്സസ് ആവാനൊക്കെ ആഗ്രഹിക്കണം. എന്തിനാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഫ്യൂച്ചർ ലൈഫ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്രീഡം അല്ല ഒരു ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഉദ്ദേശിച്ച ഒരു പാർട്ണർ, നമുക്കൊരു ഫ്രീഡം, ടൈം ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, ഇങ്ങനത്തെ ഒക്കെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുക്കണതും ഹാർഡ് വർക്ക് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഈ ഫ്യൂച്ചർ ലൈഫിൽ കിട്ടേണ്ട പല സംഭവങ്ങളുണ്ടാവും, റിയൽ ലൈഫിൽ കിട്ടേണ്ട സംഭവങ്ങളൊക്കെ. അതുപോലെ അതാണ് ഈ പോൺ, അതൊക്കെ നമുക്ക് അത് ഫ്യൂച്ചർ ലൈഫിൽ കിട്ടേണ്ട സംഭവത്തിന്റെ ഒരു ഭാഗമാക്കിയാണ്ട് അതാണെന്ന് പറഞ്ഞാണ്ട് ഒരു ഫോണാക്കിയാണ്ട് നമുക്ക് തരാണ്. ഫോണാണെങ്കിലോ ജസ്റ്റ് നമ്മളെ ഫോണൊന്ന് എടുത്ത് നോക്കിയാൽ മതി, ഒരു 2 ക്ലിക്ക് കൊണ്ട് നമുക്ക് എവിടുന്നും ആക്സസിബിൾ ആണ്. ജസ്റ്റ് ഒരു ഫോണും ഒരു ഇന്റർനെറ്റും ഉണ്ടായാൽ മതി. സോ ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കുന്നത്, ഇത്തിരി ഡിഫിക്കൽട്ടി ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. നമുക്കൊരു ഫ്യൂച്ചർ ലൈഫിൽ കിട്ടേണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് തരാണ്. ശരിക്കും ഇതുമല്ല ഫോണിൽ കിട്ടണ സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ റിയൽ ലൈഫിൽ കിട്ടുക. എന്നാലും ഓരോ സംഭവം തന്നിട്ട് എന്ത് ചെയ്യാനും അതാണെങ്കിലോ അത് ഫ്രീ ആണ്, ആക്സസിബിൾ ആണ്. നമുക്ക് എപ്പോൾ ആണെങ്കിലും ആ സംഭവം എടുത്താണ്ട് നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ അങ്ങനെ മാറ്റിയോണ്ട് പിന്നെ അപ്പൊ നമ്മൾ ഉള്ളിൽ ന്യൂ ജനറേഷന്റെ ഉള്ളിൽ ഒരു തോട്ട് വരികയാണ്, സബ് കോൺഷ്യസിൽ ഒരു തോട്ട് വരികയാണ്, എന്തിനാ നമ്മൾ ഹാർഡ് വർക്ക് ആണ്, എന്തിനാണ് ഡിഫിക്കൽട്ടി ചെയ്യണത്, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടണില്ലേ, ഒക്കെ ആണെങ്കിലോ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പണി എടുക്കണം. രണ്ടാമത്തെ സംഭവമാണ് ഡ്രഗ്സ് ആണെങ്കിലോ ഡ്രഗ്സ് നമുക്ക് മെയിനായിട്ട് 3 സംഭവങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുക്കുക. അതാണെങ്കിലോ നമ്മളെ മെയിനായിട്ട് 3 പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ. അതിലൊന്നാണ് ടൈം, അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത്, അതുപോലെ തന്നെ നമ്മളെ മണി. ഈ 3 സംഭവങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം. ടൈമും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തും വേണം, എന്നപോലെ തന്നെ നമുക്ക് പൈസയും വേണം. ഈ 3 സംഭവങ്ങൾ നമ്മൾ ഡ്രഗ്സ് എടുക്കും. ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പൈസ, നമ്മൾ ടൈം കൊടുത്തോണ്ട് ഉണ്ടാക്കിയ പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മളെ ടൈമും പോയി അവിടെ, നമ്മളെ പൈസയും പോയി അവിടെ. പിന്നെ നമ്മളെ ഹെൽത്ത്, ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോലും അതേ അറിയാതെ നമ്മളെ ഹെൽത്ത് നമ്മളിങ്ങനെ പിഞ്ഞ് ലാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ എത്തും ചെയ്യും. അപ്പൊ എന്തായാലും ഈ മോഡേൺ സൊസൈറ്റി എന്ത് കാട്ടാണ്, ഈ ഡ്രഗ്സും നമ്മളെ ലൂസറാക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. ലാസ്റ്റ് പോലും ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മളാരും അത്രയും അതിനെ മൈൻഡ് ആക്കാത്തൊരു സംഭവമാണ്. എന്നാലാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ജങ്ക് ഫുഡ്. നമ്മുടെ നാട്ടിൽ ഏതൊരു പുതിയ ഫുഡിന്റെ ഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റത്തെ സംഭവം ഉണ്ടാവില്ല, ആ സംഭവങ്ങൾക്ക് നമ്മൾ പോകാനും പിന്നെ നമ്മളവിടുത്തെ റെഗുലർ കസ്റ്റമറായി മാറാനും നമുക്കൊരു മടിയില്ല. ഏത് ഫുഡ് ആയിക്കോട്ടെ, നമ്മൾ ഐസ്ക്രീം അങ്ങനത്തെ സംഭവം ആയിക്കോട്ടെ, മന്തി അങ്ങനത്തെ സംഭവം ആയിക്കോട്ടെ, ഏത് സംഭവത്തിലായാലും ഇപ്പോൾ കൂടുതൽ നമ്മളെ ലോകത്തിൽ തന്നെ വേൾഡിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ റിസർച്ചും നടക്കുന്നത്. അതിലൊന്നാമത്തെ സംഭവമാണ് മേഖലയാണ് ഹോസ്പിറ്റലും, രണ്ടാമത്തെ മേഖലയാണ് നമ്മളെ ഫുഡും. നമുക്ക് അത്രയും അഡിക്റ്റീവ് ആയിട്ടുള്ള അത്രയും ബാഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് തരും. എന്നിട്ട് ആ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് എവിടെ തന്നെ പോകുക, ഇവരെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഈ സംഭവത്തിലാണ് നമുക്ക് ഈ 2 സംഭവത്തിലാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും മില്യൺസ് ഓഫ് പൈസയാണ് അതിലേക്ക് ഓരോ സംഭവങ്ങൾ പുതിയ നമുക്ക് നമ്മളെ വായക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമില്ല, ഏറ്റവും കൂടുതൽ രുചിയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓല് ചെലവാക്കണം. അപ്പൊ അതാണ് ഞാൻ മെയിനായിട്ട് മൂന്ന് റീസണുകൾ പറഞ്ഞത്. നമ്മൾ ലൂസർ ആവാൻ മെയിനായിട്ട് മോഡേൺ സൊസൈറ്റി നമുക്ക് യൂസ് ചെയ്യുന്ന 3 സംഭവമാണ്. ഒന്ന് നമുക്ക് ഫോൺ തരും, ഫ്രീ ആയിട്ട് നമ്മുടെ ഫോണിൽ സംഭവമുണ്ട്. രണ്ടാമത്തെ ഡ്രഗ്സ് ഫ്രീ ആക്സസിബിൾ ആണ്, ഇപ്പൊ കേരളത്തിലെ പ്രത്യേകിച്ച് ഫ്രീ ആക്സസിബിൾ ആയ മാതിരിയാണ്, കുറച്ച് പൈസ ചെലവാക്കിയാൽ മതി. മൂന്നാമത്തെ സംഭവമാണ് നമുക്ക് ഈ ജങ്ക് ഫുഡ് അഡിക്ഷൻ ഒക്കെ പിന്നെ നമ്മളാരും ഇതൊരു അഡിക്ഷൻ ആണെന്ന് പോലും നമുക്ക് പറഞ്ഞു തരില്ലേ. നമ്മൾ ഫുള്ള് മൈൻഡ്ലെസ് ആയി കണ്ട് ജീവിക്കേണ്ട സംഭവമാണ് ഈ ജങ്ക് ഫുഡ് അഡിക്ഷൻ ആണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.